കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കൊണ്ട് ഇപ്പോൾ കഴിയത്തില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും 2 ഔട്ട് ഗോയിങ് ഉറപ്പായിട്ടുണ്ട്, 2 ഇൻകമിങ് ഉറപ്പായിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ 2 പുതിയ വിദേശ താരങ്ങൾ വരുമ്പോൾ ആരൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന 2 താരങ്ങളായ മർലോൺ ട്രിജിലോയും പിന്നെ ബർത്തമ്യുമാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നത്. ബർത്തമ്യുവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആളിനെക്കുറിച്ച് ഞാൻ അത്ര മോശം അഭിപ്രായമൊന്നും പറയുന്നില്ല. ചില പ്രശ്നങ്ങളും പിന്നെ മറ്റ് സസ്പെൻഷൻ കൺസേണും ഒക്കെ കാരണം തന്നെ ആയിരിക്കും ബർത്തമ്യുവിനെ ഒഴിവാക്കുന്നത്. പക്ഷേ മർലോൺ ട്രിജിലോയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. കാരണം അഡ്രിയാൻ ലൂണ ഇട്ടിരിക്കുന്ന ജേഴ്സി ഇട്ട് അതേ പൊസിഷനിൽ കളിക്കാൻ ട്രിജിലോയ്ക്ക് ഒരു യോഗ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രമാത്രം മോശം പ്രകടനമായിരുന്നു ട്രിജിലോയിൽ നിന്നും നമ്മൾ കണ്ടത്. ഞാൻ ഈ സീസണിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ ഒരൊറ്റ കളിയിലേ പോയിട്ടുള്ളായിരുന്നു. ആ കളിയിൽ തന്നെ ഒരു ഓപ്പൺ പോസ്റ്റ് കിട്ടിയിട്ട് പോലും കൃത്യമായിട്ടത് യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു താരമാണ് ട്രിജിലോ. അപ്പം ലൂണയുടെ പകരക്കാരനായിട്ട് വന്നൊരുത്തിന് അത്രയും പാഴായിട്ടുള്ള കളി കളിക്കുന്ന ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സഹിക്കാൻ കഴിയത്തില്ല. സോ ട്രിജിലോയും ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്ന 2 താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മർലോൺ ട്രിജിലോയും പിന്നീട് ബർത്തമ്യുമാണ്. ഈ 2 താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണ്.